ഈ കാലഘട്ടത്തിൽ ദുഷ്ടനായ പിശാച് മനുഷ്യന്റെ മേൽ വൃത്തികെട്ട തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. ഇക്കാലത്ത് ജനങ്ങളെ നയിക്കുന്നതിന് ദൈവം മറ്റൊരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയച്ചു. അത് പ്രവാചകനായ നൂഹ് നബി ആയിരുന്നു. എന്നാൽ പ്രവാചകൻ അത് അത്ര എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ദൈവത്തെ ഭയപ്പെടുക, അള്ളാഹു പറഞ്ഞതെല്ലാം ചെയ്യുക എന്ന് പ്രവാചകൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. പക്ഷേ ജനങ്ങൾ ശ്രദ്ധിച്ചില്ല. അവർ തലകുനിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു. പ്രവാചകൻ വളരെ നല്ല ഒരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹം വളരെ ക്ഷമയുള്ളവനുമായിരുന്നു. ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രവാചകൻ പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. നദികളെയും മലകളെയും വൃക്ഷങ്ങളെയും നിങ്ങൾ കാണുന്ന സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അവനാണ്. അവൻ നിങ്ങൾക്കായി എല്ലാം ചെയ്തു. എന്നിട്ടും അവനെ നിങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? എന്നാൽ ജനങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാണ്? നീ ഒരു അപരിചിതനാണ്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. നീ ഞങ്ങളെ വിട്ടു പോവുക. എന്നാൽ ഭൂമിയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ബലഹീനരും ദരിദ്രരുമായിരുന്നു. അവർ പ്രവാചകന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുകൊണ്ട് തങ്ങൾ പാപം ചെയ്യുന്നതായി തിരിച്ചറിയുകയും ചെയ്തു. ആ സമയത്ത് ഭൂമിയിൽ ജനങ്ങൾ 2 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും വിഗ്രഹങ്ങളെ ആരാധിച്ചവരും. നൂഹ് നബി വളരെ കാലം ആളുകളോട് പ്രസംഗിച്ചു.